ഹായ് എവ്രി വൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു വൺ ഷോട്ട് വീഡിയോ ഇട്ടായിരുന്നു ഈ ചാപ്റ്ററിൻ്റെ. ആരെങ്കിലും കാണാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ, ഇനി നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോസിൽ. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അതിനുശേഷം ആൻസേഴ്സ് നോക്കാം. അപ്പോഴാണ് നമ്മൾ പഠിക്കുക. അല്ലാതെ ഇത് ചുമ്മാ അങ്ങനെ കണ്ടുകൊണ്ട് പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നോക്കാം നമുക്ക്. ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് എക്സ് ഇസ് 13. അപ്പോൾ എക്സ് എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 13 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എക്സ്. എന്തായാലും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എന്തായാലും ചോദിക്കും. അപ്പോൾ ഒരു 30 വരെയുള്ള എലമെന്റ്സിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 13 അല്ലേ? അപ്പോൾ 1s2, 1s2, 2s2, പിന്നെ എന്താ വരിക 2p6, പിന്നെ 3s2, 3p1. ഒന്ന് എണ്ണി നോക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണി നോക്കാം. 6, 7, 8, 9, 10, 11, 12, 13. കിട്ടിയല്ലോ. ഇനി എന്താണ് ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? റൈറ്റ് ഡൗൺ ഇറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യൂസിങ് ദ സിമ്പിൾ ഓഫ് പ്രിസീഡിംഗ് നോബിൾ ഗ്യാസ്. അതായത് എന്താ പറയുന്നത്? ഇതിന്റെ തൊട്ട് മുന്നിലുള്ള നോബിൾ ഗ്യാസ് അല്ലേ? അതായത് ഈ 13ന്റെ തൊട്ട് മുന്നിലുള്ള നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മക്കളെ ഞാൻ പറഞ്ഞു, 2 നോബിൾ ഗ്യാസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് നിയോൺ ആണ്. നിയോണിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 10 ആണ്. 10. പിന്നെ ഏതാണ്? ആർഗൺ ആണ്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 18 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ 13 എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് മുന്നിലുള്ള നോബിൾ ഗ്യാസ് ഏതായിരിക്കും? നിയോൺ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നിയോൺ വെച്ചിട്ട് എഴുതി നോക്കാം. അപ്പോൾ x13 അല്ലേ? വീണ്ടും ഞാൻ x13 ഇടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെട്ടിയിൽ ഇങ്ങനെ നിയോൺ ഇടാം. നിയോൺ ഇട്ടാൽ എന്താ മനസ്സിലാക്കേണ്ടത്? നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആയതുകൊണ്ട് 10 ഇലക്ട്രോൺസ് നിറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? പിന്നെ നിയോൺ സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെന്നാ? 2p6 എന്നാണ് സ്റ്റോപ്പ് ചെയ്യണത് അല്ലേ? ആർഗൺ ആണെങ്കിൽ 3p6 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിയോൺ ആയതുകൊണ്ട് 2p6 വരെ ഓൾറെഡി ഞാൻ ഈ പെട്ടിയിൽ ഇട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എഴുതിയാൽ മതി. 3s2, 3p1. അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. 3s2, 3p1 കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? വിച്ച് ബ്ലോക്ക് ഡസ് ഇറ്റ് ബിലോങ് ടു? ഈ എലമെന്റ് ഏത് ബ്ലോക്കിലുള്ള എലമെന്റ് ആണ്? ബ്ലോക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്? ലാസ്റ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് കയറുന്നത് അതാണ് നമ്മുടെ ബ്ലോക്ക്. അപ്പോൾ ഏത് സബ്ഷെല്ലിൽ അത് കയറിയത്? പി സബ്ഷെല്ലല്ലേ കയറിയത്. അപ്പോൾ ഇത് ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? ഇതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. സിമ്പിൾ ആണ്. ഇനി അടുത്തത് ഫോർത്ത് വൺ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓൾ ദ പി സബ്ഷെൽസ് അല്ലെ? പി സബ്ഷെൽസ് ഓഫ് ദിസ് എലമെന്റ്. അതായത് എല്ലാ ഇലക്ട്രോൺസും, അതായത് എല്ലാ പി സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ആ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഏതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഏതൊക്കെ പി ഷെല്ലുകളാണ് വരുന്നത്? ഒന്ന് 2p വരുന്നുണ്ട്, പിന്നെ ഇവിടെ 3p വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 2pയിൽ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. 3p ആണെങ്കിൽ എത്ര വരുന്നുണ്ട്? 1 വരുള്ളൂ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് എത്ര വരും? പിയിൽ 6 + 1 7 എന്ന് വരും. ശരിയല്ലേ? 6 + 1 7. അപ്പോൾ ക്വസ്റ്റ്യൻസ് 2 ടൈംസ് വായിച്ച് നോക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇ ആണ്. നോക്കാം നമുക്ക്. എന്താണ്? റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് x3+ അയോൺ. x3+ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? x3+ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു എന്നർത്ഥം. പ്ലസ് വന്നാൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുക, മൈനസ് ആണെങ്കിൽ എന്താണ്? ഇലക്ട്രോൺസ് കൂട്ടി എഴുതുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 3 ഇലക്ട്രോൺസ് കളഞ്ഞിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, എവിടെ നിന്നാണ് കളയാൻ പാടുള്ളൂ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ നിന്നാണ് ഫസ്റ്റ് കളയാം. അതിനുശേഷമാണ് ഉള്ളിലേത്തെ കളയാൻ പാടുള്ളൂ. ഇവിടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഏതാണ്? 3p ആണ്. അപ്പോൾ അതിലത്തെ ഒരു ഇലക്ട്രോൺ കളഞ്ഞു. ഇനി ബാക്കി 2 എവിടെ നിന്ന് കളയാം? 3s എന്ന് കളയാം. അപ്പോൾ 3 കളഞ്ഞില്ലേ? ഇനി ബാക്കിയുള്ളത് എടുത്ത് എഴുതുക. അപ്പോൾ അത് ഇങ്ങനെ വരും. 1s2, 2s2, 2p6. കിട്ടിയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം. ഇൻ എലമെന്റ് എ സിമ്പിൾ ഈസ് നോട്ട് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കാര്യമില്ല, നമുക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണം മതി. ദ ലാസ്റ്റ് 2 ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ 4s സബ്ഷെൽ. ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് 2 ഇലക്ട്രോൺസ് ഏതിലാണ് കയറിയിരിക്കുന്നത്? 4s സബ്ഷെല്ലാണ് ലാസ്റ്റ് 2 ഇലക്ട്രോൺസ് കയറിയിരിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് സബ്ഷെല്ലാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇനി എന്താ ചോദ്യം? റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എയുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4s2 ആണ് ലാസ്റ്റ് എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ളത് അങ്ങോട്ട് നീട്ടി എഴുതുക. എങ്ങനെ എഴുതുക നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6,
പിന്നെ 4s2 കിട്ടിയോ? സിമ്പിൾ ആണിത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പീരീഡ് ഡസ് ഇറ്റ് ബിലോങ് ടു? ഇത് ഏത് പീരീഡിൽ വരുന്നതാണ്? പീരീഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഷെൽ നമ്പർ ആണ് പീരീഡ് നമ്പർ അല്ലേ? അപ്പോൾ ഈ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഷെൽ നമ്പറാണ്. ഈ 1 ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 2 ഒക്കെ എന്താണ്? ഷെൽ നമ്പേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ നോക്കാം. ഏതാണ്? 1 2 3 4ൽ ഏറ്റവും വലുത് ഏതാണ്? 4 അല്ലേ? അപ്പോൾ 4 ആണ് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏന്ന് പറയുന്നത് 4ാമത്തെ പീരീഡിൽ കിടക്കുന്ന ഒരു എലമെന്റ് ആണെന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് സി എന്താ കൊടുത്തിരിക്കുന്നത്? ഫൈൻഡ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് നമ്പറാ ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? 3 രീതിയുണ്ട് അല്ലേ? എസ് ആണെന്നുണ്ടെങ്കിൽ ആ മുകളിലുള്ള എസ്സിൽ ഏതാണോ നോക്കി ലാസ്റ്റ് താഴെ നോക്കുക അല്ലെ. ലാസ്റ്റ് താഴെ നോക്കിയിട്ട് എസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എസിന്റെ മേലെ 1 ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും, 2 ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ മക്കളെ ഇത് ഏത് എലമെന്റ് ആണ്? ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ് നമുക്ക് മനസ്സിലായി, കാരണം ഇവിടെ ഡി വരുന്നില്ല, അതുകൊണ്ട് ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഓക്കെ, അങ്ങി എസിന്റെ മേലെ എത്രയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്? 2 അല്ലേ? ഒന്നും നോക്കണ്ട, ഇത് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും കേട്ടോ. ഇത് സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും. 1 ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും, 2 ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും. ഇത് എസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി പി വരുമ്പോൾ നമുക്ക് അത് പറയാം. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറയുന്നത്? FeCl2 and FeCl3 ആർ 2 ഡിഫറെന്റ് ക്ലോറൈഡ്സ് ഓഫ് അയോൺ. എൻ്റെ അറ്റോമിക് നമ്പർ ഒക്കെ തന്നിട്ടുണ്ട്, ചിലപ്പോൾ തരാതിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 30 വരെയുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഒക്കെ തന്നിട്ടുണ്ട് -1. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe in FeCl2. അപ്പോൾ FeCl2ൽ എന്താണ്? ആരുടെ ഓക്സിഡേഷൻ നമ്പറാ? Feയുടെ ഓക്സിഡേഷൻ നമ്പർ ആണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ 2 എലമെന്റ്സിന്റെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ സം എത്ര വരണം? 0 വരണം എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലോറിന്റെ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? -1 ആണ്. അപ്പൊ മക്കൾ ഇവിടെ താഴെ നമ്പർ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ 2 × -1 എത്ര വരും? 2 × -1 എന്ന് പറയുന്നത് -2 ആണ്. ശരിയാണല്ലോ? ഇനി 0 ആവണം എന്നുണ്ടെങ്കിൽ -2ന്റെ കൂടെ എന്ത് കൂട്ടിയാലേ 0 ആവാ? +2 കൂട്ടിയാലല്ലേ 0 ആവാ? അപ്പൊ +2. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എത്ര വരിക? +2. അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കണോ? Feയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +2 ആണ് ഓക്സിഡേഷൻ നമ്പർ. ഇങ്ങനെ നോക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഇവിടെ നിങ്ങൾക്ക് എക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe3+ അയോൺ എന്നാണ്. ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ. Fe2+ അല്ല, Fe3+ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. Fe+3 അയോണിന്റെ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം Feയുടെ ഒന്ന് എഴുതി നോക്കാം. Fe അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ? 26. ഒന്ന് നോക്കിയാലോ? 1s2 2s2 2p6 3s2 3p6 പിന്നെ ഏതാണ്? 4s2 3d6. ഞാൻ പറഞ്ഞു 26 ആണ്. ഇത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവണം. അപ്പൊ എങ്ങനെയാ? എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം അല്ലെ? 4sൽ 2 ആയിരിക്കും, 3dയിൽ എത്രയായിരിക്കും? 6 ആയിരിക്കും. അങ്ങനെ തന്നെയല്ലേ വന്നിരിക്കുന്നത്? 4s2 3d6. ഇനി Fe3+ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? 3 ഇലക്ട്രോൺസ് കളയണം. 3 ഇലക്ട്രോൺസ് കളഞ്ഞിട്ടാണ് എഴുതേണ്ടത്. എവിടെന്നാ 3 ഇലക്ട്രോൺസ് കളയാം? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല്. മക്കൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരിക. നിങ്ങൾ എഴുതുമ്പോൾ നമ്മൾ 3D അവസാനം എഴുതിയാലും ഏതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്? 4s ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അപ്പൊ ഫസ്റ്റ് കളയേണ്ടത് ഏതെന്നാണ്? 4s എന്ന് കളഞ്ഞിട്ട് വേണം 3D എന്ന് കളയാൻ വേണ്ടി. അപ്പൊ ആദ്യം 4sത്തെ 2 എണ്ണം കളഞ്ഞു, ഇനി 3Dയിലെ ഒരെണ്ണം കളയാം. അപ്പൊ ടോട്ടൽ എത്ര വന്നു? 4s പോയി 3D 5 ആയിട്ട് മാറി അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ കോൺഫിഗറേഷൻ. 1s2 2s2 2p6 3s2 3p6. 4s ഇല്ല കേട്ടോ, 4s പോയി. 4sത്തെ 2 ഇലക്ട്രോൺസും കളഞ്ഞു. പിന്നെ ഏതാണ്? 3D. അതിൽ ഒരു ഇലക്ട്രോണും കളഞ്ഞിട്ട് ബാക്കി 3D 5 എന്ന് കിട്ടി. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ തെറ്റ് വരുത്തുക. അപ്പൊ ഈ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് നമ്മൾ ആദ്യം ഇലക്ട്രോൺസ് കളയുന്നത്. അപ്പോൾ 3Dയിൽ നിറയ്ക്കുന്നത് 3Dയിലാണെങ്കിലും ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? 4s ആണ് കേട്ടോ. അപ്പൊ ഇവിടെ തെറ്റിക്കരുത്. മനസ്സിലായെന്ന് വിചാരിക്കണം. അങ്ങനെ ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ദ അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് X is 12. തന്നിട്ടുണ്ട്, അറ്റോമിക് നമ്പറും എലമെന്റും തന്നിട്ടുണ്ട്. റൈറ്റ് ദ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് X അല്ലേ? അപ്പൊ X 12 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എഴുതി നോക്കാം. ഇങ്ങനെ വരും 1s2 2s2 2p6 3s2. കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ എണ്ണി നോക്കുക, 12 ആവണേ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പീരീഡ് ഡസ് ദിസ് എലമെന്റ് ബിലോങ് ടു? അപ്പോൾ പീരീഡ് എങ്ങനെ നമ്മൾ കണ്ടെത്തുക? ഈ മുന്നിൽ എഴുതിയിരിക്കുന്ന ഷെൽ നമ്പർ ആണ് അല്ലേ? ഇതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ. അപ്പോൾ ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് ഏതാ? 3 അല്ലേ? അപ്പോൾ 3rd പീരീഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പീരീഡ് 3 എന്ന് കിട്ടി നമുക്ക്. ഇനി അടുത്തത് നോക്കി. വിച്ച് ബ്ലോക്ക് ഡസ് ഇറ്റ് ബിലോങ് ടു? ഇത് ഏത് ബ്ലോക്കിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് കയറുന്നത് അതാണ് അതിന്റെ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കയറിയിരിക്കുന്ന ഏത് സബ്ഷെല്ലാ? എസ്സിലല്ലേ? അപ്പോൾ ഇത് ഏത് ബ്ലോക്കാണ്? എസ് ബ്ലോക്കിൽ കിടക്കുന്ന ഒരു എലമെന്റ് ആണ്. ഓക്കെ, ഇനി ഡി നോക്കാം നമുക്ക്.
നോക്കി, റൈറ്റ് ഡൗൺ ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ ക്ലോറൈഡ് ഓഫ് എക്സ്. എക്സ് എന്ന എലമെന്റ്, അതായത് ഈ 12ാമത്തെ ഈ എക്സ് എന്ന എലമെന്റിന്റെ ക്ലോറിനുമായിട്ട് ചേർന്നുണ്ടാക്കുന്ന ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മോളിക്കുലാർ ഫോർമുല അറിയാമെന്ന് വിചാരിക്കണോ? എന്താണ് ഇപ്പോൾ വാട്ടറിന്റെ മോളിക്കുലാർ ഫോർമുല എന്താ? H2O അല്ലേ? ഇനി സോഡിയം ക്ലോറൈഡിന്റെ മോളിക്കുലാർ ഫോർമുല എന്താ? NaCl. ഈ തന്നിരിക്കുന്നതാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ളതാ? എക്സും അതേപോലെ തന്നെ ക്ലോറിനും. അപ്പൊ മക്കളെ, നിങ്ങൾ മോളിക്കുലാർ ഫോർമുല എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് വേണ്ടത് എന്താണ്? അതിന്റെ സിമ്പൽ വേണം. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അത് എക്സ് ആയിട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. നമുക്ക് ആരാന്നൊന്നും കണ്ടുപിടിക്കണ്ട, എക്സ് തന്നെ മതി. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ക്ലോറിനുമായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്ലോറിൻ. ഇനി രണ്ടാമത് വേണ്ടത് എന്താണ്? ഇതിന്റെ വാലൻസി നമുക്ക് അറിയണം. ഓക്കെ ആണോ? അപ്പൊ വാലൻസി അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്ലോറിന്റെ ഓൾറെഡി അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാലൻസി എത്രയാണ്? 1 ആണ്. അപ്പൊ ഞാൻ അവിടെ താഴെ കൊടുക്കുന്നു 1 ആണെന്നുള്ളത്. എക്സിന്റെ നമുക്ക് അറിയണം. അപ്പൊ എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ നോക്കുക, ഇത് ഏത് ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഏത് ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ വാലൻസി എത്രയായിരിക്കും എന്നറിയോ? 1 ആയിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ അത് 2 ആയിരിക്കും. ഇനി പിന്നെ 13ാമത്തെ ഗ്രൂപ്പ് കൂട്ടട്ടെ. 13 ആണെന്നുണ്ടെങ്കിൽ വാലൻസി എത്രയായിരിക്കും? 3 ആയിരിക്കും. 14 ആണെങ്കിൽ വാലൻസി 4 ആയിരിക്കും. 15ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ വാലൻസി എത്രയായിരിക്കും? ഇനി കുറച്ച് വരിക കേട്ടോ. വാലൻസി 3 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് വൈസ് നിങ്ങൾക്ക് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ആ എസിന്റെ മേലെ കിടക്കുന്ന നമ്പർ ഉണ്ടല്ലോ അല്ലെ, ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ വാലൻസി. അങ്ങനെ നോക്കിയാലും മതി. അപ്പൊ ഇത് എസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എത്ര വരും? 2 ആണ്. ഇത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് 2 ആണ് ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത്. ഇനി മക്കളെ, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ തന്നിരിക്കുന്നതിൽ ആരെയാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്നും കൂടെ നോക്കണം. ഇവിടെ നോക്കിയേ, ഞാൻ വാട്ടറിൽ ഹൈഡ്രജനെയാണ് ഫസ്റ്റ് എഴുതിയത്, എന്നിട്ടാണ് ഞാൻ ഓക്സിജൻ എഴുതിയത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കണം, ഇതിൽ ആരെയാണ് ആദ്യം എഴുതേണ്ടത്. അതെങ്ങനെ നമ്മൾ കണ്ടെത്തുക? മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എഴുതുക കേട്ടോ. നമ്മൾ ഇലക്ട്രോനെഗേറ്റിവിറ്റി നോക്കിയിട്ടാണ് എഴുതുക. ഇലക്ട്രോനെഗേറ്റിവിറ്റി കുറവുള്ള ആളെയാണ് നമ്മൾ ഫസ്റ്റ് എഴുതുക കേട്ടോ. അപ്പോൾ അതൊന്നും നോക്കണ്ട നിങ്ങൾ. ഇപ്പോൾ തൽക്കാലം എന്താണ്? മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എഴുതുക. എങ്ങനെ മെറ്റൽ ആണെന്ന് മനസ്സിലാക്കുക? എസ് ബ്ലോക്ക് അല്ലേ ഇത്? എസ് ബ്ലോക്ക് എലമെന്റ് അല്ലേ? എസ് ബ്ലോക്കിലുള്ളവർ മെറ്റൽ ആണെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് എഴുതി ഞാൻ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ അറ്റോമിക് നമ്പർ 12 ആണ് അല്ലേ? അത് കണ്ടാലും നമുക്കറിയാം. 30 വരെ പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് അറിയണം 12ാമത്തെ ഏത് എലമെന്റാ? മെഗ്നീഷ്യം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കിയാലും മതി. എങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ടാണ് ഇലക്ട്രോനെഗേറ്റിവിറ്റി കൂടിയിട്ടുള്ള നോൺ മെറ്റലിനെ എഴുതുന്നത്, അതായത് ക്ലോറിൻ. ഇങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഈ വാലൻസി ക്രോസ് ചെയ്യാൻ മറന്നു പോകരുത്, ആൻസർ തെറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ എങ്ങനെ വരും? X1 അല്ലെ? ക്രോസ് ചെയ്യുമ്പോൾ X1 Cl2 എന്ന് കിട്ടി. അപ്പൊ ഈ താഴെയുള്ള ഈ 1 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 1 ആണെങ്കിൽ എഴുതണ്ട, അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ XCl2 എന്ന് കിട്ടി. ഇപ്പൊ ഇതാണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. എക്സും ക്ലോറിനും തമ്മിലുള്ള ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുലയാണ് XCl2 എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കണോ? ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ലാന്തനോയിഡ്സ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ഡാഷ് സബ്ഷെൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത് ഏത് ബ്ലോക്കിലുള്ള ആൾക്കാരാണ്? F ബ്ലോക്കിലുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാം. 2 ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? ഒന്ന് ലാന്തനോയിഡ്സ് ആണ്, പിന്നൊന്ന് ആക്ടിനോയിഡ്സ് ആണ്. ഈ 2 പേരും F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാന്തനോയിഡ്സിന്റെ കാര്യമാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് ഏത് സബ്ഷെല്ലിലാണ് എന്നാണ് ചോദ്യം. അപ്പോൾ മക്കളെ, നമുക്കറിയാം ഏതാണ്? F ബ്ലോക്ക് ആയതുകൊണ്ട് ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് F സബ്ഷെല്ലായിരിക്കും. ഇത്രയും കാര്യം നമുക്കറിയാം. അപ്പൊ നോക്കിയേ, ഇവിടെ 2 F തന്നിട്ടുണ്ട് അല്ലേ? 5F തന്നിട്ടുണ്ട്, 4F തന്നിട്ടുണ്ട്. അപ്പോൾ എഫിന്റെ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാം. എപ്പോഴും ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് ആന്റി പെനൾട്ടിമേറ്റ് F സബ്ഷെല്ലായിരിക്കും. എന്താണ്? ആന്റി പെനൾട്ടിമേറ്റ് F സബ്ഷെല്ലിലായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ലാന്തനോയിഡ്സ് വരുന്ന പീരീഡ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ലാന്തനോയിഡ്സ് വരുന്ന പീരീഡ് എന്ന് പറയുന്നത് 6th പീരീഡ് ആണ്. 6th പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണെന്ന് അറിയോ? പീരീഡും ഷെല്ലും സെയിം ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയായിരിക്കും? 6th ഷെല്ലിലായിരിക്കും. 6th ഷെല്ല് കേട്ടോ. അപ്പോൾ 6th 6 ഷെല്ലുകൾ അവിടെ വരുന്നുണ്ട് എന്നാണ് അർത്ഥം. ഞാൻ എന്താ പറഞ്ഞത്? F ബ്ലോക്ക് ആണെങ്കിൽ ഇലക്ട്രോൺ കയറുന്നത് ആന്റി പെനൾട്ടിമേറ്റ് ആണ്. അപ്പോൾ പെനൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 കഴിഞ്ഞിട്ടുള്ള 5 ആണ് പെനൾട്ടിമേറ്റ്
പെനൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ഷെല്ല്. ഇനി ആൻറ്റി പെനൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും കൂടെ ഉള്ളിലേക്ക്, അതായത് 4 ആൻറ്റി പെനൾട്ടിമേറ്റ് എഫ് സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ കയറുന്നത്. അപ്പോൾ നോക്കിയേ 4Fലായിരിക്കും ഇലക്ട്രോൺ കയറുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ 6th ആണ് പീരീഡ് എന്നുണ്ടെങ്കിൽ കയറുന്നത് ഏതിൻ്റെ എഫിലായിരിക്കും? 4ന്റെ എഫിലായിരിക്കും കയറുന്നുണ്ടാവുക. കേട്ടല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ടിനോയിഡ്സിന്റെ കേസ് ഒന്ന് നോക്കിയാലോ. ആക്ടിനോയിഡ്സ് ഏത് പീരീഡിൽ വരുന്നതാ? 7th പീരീഡിൽ വരുന്നതാണ്. 7th പീരീഡിൽ. അപ്പോൾ എത്ര ഷെല്ലുണ്ടായില്ല? 7 ഷെല്ലാണ്. പക്ഷെ ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് ഏതിലാണ്? ആൻറ്റി പെനൾട്ടിമേറ്റ് എന്താണ്? എഫ് സബ് ഷെല്ലിലാണ്. അപ്പൊ ആൻറ്റി പെനൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ 7ന്റെ ഉള്ളിൽ വരുന്ന ഷെല്ല് ഏതാണ്? 6th, അതായത് 6F ആയിരിക്കും. അപ്പൊ 6Fലല്ല കയറുന്നത്. ആൻറ്റി പറയുമ്പോൾ എന്താണ്? ഒന്നും കൂടെ ഉള്ളിലേക്ക് പോകണം. അപ്പൊ ഏതാണ്? 5F. ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. എന്താണ്? ലാന്തനോയിഡ്സ് ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് 4F ആണ്. ഇനി ആക്ടിനോയിഡ്സ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട സബ് ഷെല്ല് ഏതാണ്? 5F സബ് ഷെല്ല് ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാണ്? 4F ആണ് കേട്ടോ. 4F ആണ്. അത് ഓർത്ത് വെക്കാം. കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. there are 2 electrons in the 3D subshell of an element X. 2 electrons in the 3D subshell of an element X എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ write the complete electronic configuration of X. അതാണല്ലോ ചോദ്യം. കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ലാസ്റ്റത്തെ ഒരു കാര്യം തന്നിട്ടുണ്ട്. അവർ 3Dയിൽ 2 ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ഫുൾ ആക്കി കൂടെ നമുക്ക് എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6. ഇത് ഡി ബ്ലോക്ക് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരും കൂടി ഉണ്ടാവും? 4ഉം കൂടി ഉണ്ടാവില്ലോ, 4sഉം കൂടി ഉണ്ടാവില്ലോ, 4s2. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ വരുന്നത്. ഇനി എന്താ ബിയിൽ പറയുന്നത്? ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ഓഫ് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ഓഫ് എക്സ്. ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഏത് ബ്ലോക്ക് എലമെന്റ്സാ? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് നോക്കേണ്ട എളുപ്പമാണ്. എന്നിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന 4sഉം 3Dയും, ഈ ലാസ്റ്റത്തെ 4sഉം 3Dയിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, 4sൽ 2 ഉണ്ട്, 3Dയിലും 2 ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ എത്ര വന്നു? 4 ഇലക്ട്രോൺസ് കിട്ടിയെന്ന് വിചാരിക്കണം അല്ലേ? അപ്പോൾ 4 ആണ്. 4th ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് 7th വൺ നോക്കിയേ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn in MnO2 ഈസ് +4. ഓൾറെഡി തന്നിട്ടുണ്ട്. Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn in Mn2O3. Mn2O3യിൽ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് Mn2O3 ഇതിൽ Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജന്റെ അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ -2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതാ -2 എന്ന് ഇട്ടു. ഞാൻ പറഞ്ഞു രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ശരിയാണല്ലോ? അപ്പോൾ നോക്കാം, ഓക്സിജന്റെ എത്രയാണ്? ഇവിടെ നമ്പർ ചോട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ 3 × -2 3 × -2 ആയതുകൊണ്ട് -6 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇപ്പുറത്തെ എത്ര കിട്ടണം? നമുക്ക് +6 കിട്ടണം. എങ്കിലല്ലേ ടോട്ടൽ 0 ആവുള്ളൂ. +6 കിട്ടണം. അപ്പോൾ +6 കിട്ടണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നേരിട്ട് ഇവിടെ +6 എന്ന് എഴുതി വെക്കരുത്. കാരണം എന്താ? ഇവിടെ Mന്റെ ചോട്ടിൽ 2ഉം കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 6 കിട്ടേണ്ടത്. +6. അപ്പോൾ 2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാ +6 വരിക? +3 അല്ലേ? അപ്പോൾ എത്ര കിട്ടി? +3. അപ്പോൾ എത്രയായിരിക്കും Mn +3 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ഇനി മക്കളെ, നിങ്ങൾക്ക് ഈ മെത്തേഡ് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് നോക്കാം എക്സിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. സിമ്പിളാണ് കേട്ടോ. നോക്കിയേ, Mn2O3 അല്ലേ? Mന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അറിയില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കുക? അവിടെ എക്സ് എന്ന് എടുക്കാം. ഇനി എത്ര എക്സ് ഉണ്ട്? 2 Mn ഇല്ലേ? അപ്പോൾ എന്തായിട്ട് എടുക്കണം? 2x പ്ലസ് നോക്കിയേ 3 × ഓക്സിജന്റെ എത്രയാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കണേ? -2. അപ്പോൾ 3 × -2 രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 0 അല്ലേ വരേണ്ടത്? 0 ആണ് വരിക. അപ്പോൾ 2x മൈനസ് 3 × 2 എത്രയാ? 6 ആണ്. 3 × 2 6 ആണ്. ഇവിടെ ഒരു മൈനസ് വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മൈനസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2x - 6 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി ഞാൻ ആ 6നെ =ന്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? അത് +6 എന്നാവും അല്ലേ? ഇനി therefore x = എന്താണ്? 6 / 2 എത്ര വരും? +3. അപ്പോഴും നമുക്ക് +3 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്ത് നോക്കുകയാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ നമുക്ക് Mന്റെ കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി എന്താ ബി ക്വസ്റ്റ്യൻ പറയുന്നത്? ബി ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വൈ? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? എന്താ റീസൺ എന്നറിയോ? നോക്കിയേ, നമ്മുടെ അവസാനത്തെ
4s-ഉം 3d-യും അല്ലേ ട്രാൻസിഷൻ എലമെന്റിൽ അവസാനം വരുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് പേർക്കും 4s-നും 3d-ക്കും എനർജി എങ്ങനെയാണ്? ഓൾമോസ്റ്റ് സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഓൾമോസ്റ്റ് സെയിം എനർജിയാണ് അവർക്ക് രണ്ടുപേർക്കും വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന് എവിടെ നിന്നൊക്കെ പോവാം? 3d-ന്നും ഇലക്ട്രോൺസ് ശരിക്കും പോണത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺസ് ആദ്യം നഷ്ടപ്പെടുക. അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. അപ്പോൾ 4s നിന്നും നഷ്ടപ്പെടാം. 3d-യുടെ എനർജി സെയിം ആയതുകൊണ്ട് 3d-ന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം? നഷ്ടപ്പെടാം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ എന്താ എഴുതേണ്ടത്? ദ എനർജി ഓഫ് 4s and 3d subshells are always almost similar. The energy of 4s and 3d subshells are almost similar. So electrons can be removed from both 4s and 3d subshell. That is why the transition elements are showing variable oxidation state. അതാണ് റീസൺ കേട്ടോ. ഓർത്ത് വെച്ചേക്കാം. കിട്ടിയെന്ന് വിചാരിക്കണം. അങ്ങനെയെങ്കിൽ ഇത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് എക്സ് ഇസ് 8 അല്ലേ? അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് അറ്റോമിക് നമ്പർ 8 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സ്. എക്സ് എന്ന എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതാലോ. 1s2 2s2 2p4 എന്ന് വരും. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറയുന്നത്? ഫൈൻഡ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരീഡ് നമ്പർ. ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ബ്ലോക്ക് ഏതാണെന്ന് അറിയണം. ഇത് ഏത് ബ്ലോക്കിൽ കിടക്കുന്ന എലമെന്റാ? പി ബ്ലോക്കിൽ കിടക്കുന്ന എലമെന്റ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ പിയുടെ മേലെയുള്ള നമ്പർ, അതായത് 4 ഇലക്ട്രോൺസ് പ്ലസ് എന്തും കൂടെ കൂട്ടണം, 12ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കിട്ടി നിങ്ങൾക്ക്? 16 എന്ന് കിട്ടി. അപ്പോൾ 16 ആണ് അവിടെ വരിക. ഇനി എത്രയായിരിക്കും അതിന്റെ പീരീഡ്? എത്രയായിരിക്കും പീരീഡ്? നമുക്ക് ജസ്റ്റ് നോക്കാം. നോക്കിയേ, ഈ തന്നിരിക്കുന്നതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാ? 2 അല്ലേ? അപ്പോൾ ഇതൊരു സെക്കൻഡ് പീരീഡിൽ കിടക്കുന്ന എലമെന്റ് ആണ്. കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് സി ചെയ്ത് നോക്കാം. നോക്കിയേ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല. വീണ്ടും കെമിക്കൽ ഫോർമുല വന്നിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ എലമെന്റ് എക്സ് റിയാക്ട് വിത്ത് അലൂമിനിയം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒക്കെ അവർ തന്നിട്ടുണ്ട്, വാലൻസി തന്നിട്ടുണ്ട് കേട്ടോ, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ് എന്ന് പറയുന്ന ആള് അല്ലെ, എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ വാലൻസി എത്രയാണെന്ന് നമുക്കറിയണം. മക്കളെ നോക്കി, ഇത് എത്ര അറ്റോമിക് നമ്പർ? 8 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ 8 എന്ന് പറയുന്ന ആൾ ആരാ? ഓക്സിജൻ ആണ്. അതറിയാനാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാലൻസി എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 2 ആണ് വരിക. 2 അല്ലേ? 2 ആണ് വരിക. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? ഇത് എഴുതുമ്പോൾ മെറ്റൽസിനെ ഫസ്റ്റ് എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അലൂമിനിയം അല്ലേ ഇവിടെ മെറ്റൽ, മറ്റേത് ഓക്സിജൻ ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെക്കൻഡ് എഴുതുകയല്ലേ നല്ലത്. അപ്പോൾ ആ 30 വരെയുള്ള എലമെന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ ഡൺ. അപ്പോൾ 2 കിട്ടി, ഇവിടെ 3 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ക്രിസ് ക്രോസ് മെത്തേഡാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ Al2 x3 എന്ന് കിട്ടും. Al2 x3. അപ്പോൾ ഇതാണ് അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി അങ്ങനെയെങ്കിൽ ഇതേ അടുത്ത ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുറച്ച് പേര് തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൽ ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി? ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അഥവാ പീരീഡ് വൈസ് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി എന്ത് ചെയ്തിട്ടാണ് വരിക? പീരീഡ് വൈസ് പോകുമ്പോൾ കൂടി വരിക എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ. ഒരു ഗ്രൂപ്പ് വൈസ് താഴോട്ടേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി കുറയാണെന്നാണ് പഠിച്ചിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും അയോണൈസേഷൻ എനർജി കൂടിയിട്ടുള്ള ആളാരായിരിക്കും? ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ആളായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഏറ്റവും അറ്റത്ത് ആരാ വരുന്നത്? നോബിൾ ഗ്യാസസ് ആണ്. അപ്പോൾ ഇവിടെ നോബിൾ ഗ്യാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. നോക്കിയേ, ഇത് നോക്കിയേ, പി കിടക്കണുണ്ടോ? 2p6. അപ്പോഴേ മനസ്സിലാക്കാം അതെന്താണ് നോബിൾ ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കാം അല്ലേ. 2p6 3p6 ഒക്കെ വന്നു കഴിഞ്ഞാൽ നോബിൾ ഗ്യാസ് ആണത് ആണല്ലോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, പി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? വിച്ച് എലമെന്റ് ബിലോങ്സ് ടു എസ് ബ്ലോക്ക്? എസ് ബ്ലോക്ക് അല്ലേ. ലാസ്റ്റ് ഇലക്ട്രോൺ എസ്സിൽ കയറുന്നതാണ് എസ് ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നോക്കിയേ, 2 പേർക്കാണ് എസ് വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡി വരുവാണെങ്കിൽ അത് എന്ത് ബ്ലോക്കാ? ഡി ബ്ലോക്ക് ആണ്. ഇവിടെ ഡി ഇല്ല. അപ്പോൾ ഇതാണ് എസ് ബ്ലോക്ക് എലമെന്റ്. അങ്ങനെയെങ്കിൽ എസ് ആണ് നമ്മുടെ ആൻസർ. സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെ. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതിന്റെ പ്രോപ്പർട്ടിയിലാണ് പഠിച്ചിരിക്കുന്നത്? ഡി ബ്ലോക്കിന്റെ പ്രോപ്പർട്ടിയിലാണ് പഠിച്ചിരിക്കുന്നത്. മക്കൾ ഇതിൽ ഏതാ ഡി ബ്ലോക്ക്? ആറിലല്ലേ ഡി വരുന്നത്. അപ്പോൾ ആറാണ് ഡി ബ്ലോക്ക് എലമെന്റ്. അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കും, ആറാണ് നമ്മുടെ ആൻസർ. കിട്ടിയെന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് 10ാമത്തെ കിടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ടു വിച്ച് ഗ്രൂപ്പ് ഡു എക്സ് ആൻഡ് വൈ ബിലോങ്? 2 പേര് തന്നിട്ടുണ്ട്. അതിൽ ഏത് ഗ്രൂപ്പിലാണ് ഈ 2 പേര് കിടക്കണേന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. എക്സ് എന്ന് പറയുന്ന ആളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അവർ ഏത് ബ്ലോക്കിലാണെന്ന് അറിയണം. അപ്പോൾ നോക്കിയേ, ലാസ്റ്റ് കിടക്കുന്നത് ഏതാ? 4s എന്നല്ല കിടക്കുന്നത്. അപ്പോൾ ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസ് ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതിന്റെ മേലെയുള്ള 2 എടുത്തിട്ടാൽ മതി. അത് തന്നെയാണ് അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി വൈയിലോട്ട് പോകുമ്പോൾ വൈ എന്താണ് മക്കളെ? നോക്കിയേ, ലാസ്റ്റ് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്കാണ്.
പി ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ മേലെയുള്ള നമ്പർ, പിയുടെ മേലെയുള്ള നമ്പറിന്റെ കൂടെ ഒരു 12 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കിട്ടും നിങ്ങൾക്ക്? 16 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇത് എത്രയാണ്? 16th ഗ്രൂപ്പിൽ കിടക്കുന്ന ഒരു എലമെന്റ് ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ബി ഒന്ന് നോക്കിയാലോ. വാട്ട് ആർ ദ വാലൻസീസ് ഓഫ് എക്സ് ആൻഡ് വൈ? എക്സ് ആൻഡ് വൈയുടെ വാലൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എക്സിന്റെ വാലൻസി നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഇത് എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഗ്രൂപ്പാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പുകാരൻ്റെ വാലൻസി എപ്പോഴും എത്രയാണ് വരിക? 2 ആയിരിക്കും അവരുടെ വാലൻസി. ഓക്കെ ആണോ? ഇനി വൈ ആണെങ്കിൽ വാലൻസി എങ്ങനെയാണ് നോക്കാം? 16 അല്ലേ? 16ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ വാലൻസി എത്രയാണ് വരിക? 2 തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ വാലൻസി 1 ആയിരിക്കും, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ വാലൻസി 2 ആയിരിക്കും, 13th ഗ്രൂപ്പ് ആണെങ്കിൽ വാലൻസി 3 ആയിരിക്കും, 14th ഗ്രൂപ്പ് ആണെങ്കിൽ വാലൻസി 4 ആയിരിക്കും, 15th ആണെങ്കിൽ വീണ്ടും കുറഞ്ഞു വരും, 3 ആയിരിക്കും, 16th ആണെന്നുണ്ടെങ്കിൽ എത്ര എടുക്കുക? 2 എടുക്കുക, 17th ആണെന്നുണ്ടെങ്കിൽ എന്തെടുക്കുക? 17th ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും വാലൻസി. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഞാൻ അവിടെ ഗ്രൂപ്പ് നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്, ഈ റൈറ്റിൽ എഴുതിയിരിക്കുന്നത് വാലൻസി ആണ്. ഇതൊന്നും അങ്ങനെ പഠിച്ചു വെച്ചാൽ എളുപ്പമായി. ഗ്രൂപ്പ് കിട്ടിയാൽ നമുക്ക് വാലൻസി കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കണോ? ഇനി അങ്ങനെയെങ്കിൽ സെക്കൻഡ് സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ write the chemical formula of the compound formed by the combination of X and Y. എക്സും വൈയും ചേർന്നിട്ടുള്ള ആൾക്കാരുടെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. സിമ്പിൾ ആണ്. നോക്കിയേ, സിമ്പിൾ അല്ലേ? എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇനി എന്താ വേണ്ടത്? വാലൻസീസ് അറിയണം. എക്സ് എന്ന് പറയുന്നതിന്റെ വാലൻസി ഇതേ ബിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, 2 ആണ്. വൈഡിയും എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. പക്ഷെ മക്കളെ ശ്രദ്ധിക്കണം, ഏതാണ് ആദ്യം എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കണം. നോൺ മെറ്റൽ ആണ് ഫസ്റ്റ് എഴുതുക അല്ലെ? ഈ കിടക്കണ വൈ എന്ന് പറയുന്ന ആള് 16th ഗ്രൂപ്പിലുള്ള ആളാണ്. അതൊരു നോൺ മെറ്റൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 16th ഒക്കെ വരുമ്പോൾ എത്രയാണ്? പി ബ്ലോക്ക് അല്ലേ? നോൺ മെറ്റൽ അല്ലേ? ആളെ വേണം രണ്ടാമത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ എക്സ് ഇട്ടു, വൈ ഇട്ടു. ഇനി എന്താണ്? 2. എക്സ് 2 അല്ലേ? എക്സ് 2 ആണ്, വൈ എത്രയാണ്? 2 ആണ്. ഇത് രണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക്? x2 y2 എന്ന് കിട്ടും. രണ്ടും 2 ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ മറക്കരുത്? ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് കിട്ടുക? x1 y1 എന്നാണ് കിട്ടുക അല്ലെ? രണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പൊ x1 y1 എന്ന് കിട്ടും. അപ്പൊ 1 ഒന്നും എഴുതണ്ട, നമുക്ക് എന്ത് എഴുതിയാൽ മതി? xy എന്നിട്ടാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ കെമിക്കൽ ഫോർമുല ഓഫ് എലമെന്റ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കണം. അങ്ങനെയെങ്കിൽ അതിലൊരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ കിടക്കുന്നുണ്ട്, ഡി ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ പി സബ്ഷെൽ ഓഫ് എലമെന്റ് എക്സ്. പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ പി സബ്ഷെൽസ് ഓഫ് എലമെന്റ് എക്സ്. പി സബ്ഷെൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ എത്ര സബ്ഷെൽസ് വരുന്നുണ്ട് പിയിൽ? നോക്കാം. ഏതാണ്? എക്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഇതല്ലേ നമ്മുടെ എക്സ് എന്ന് പറയുന്ന ആള്. ഇതിനെ നമുക്കൊന്ന് നീട്ടി എഴുതി നോക്കിയാലോ. എക്സ് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6. ഇതുവരെ ആകുമ്പോൾ ആർഗന്റെ കോൺഫിഗറേഷൻ ആയിട്ട് അത് 18 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് 4s2 എന്ന് വരുന്നത്. ശരിയല്ലേ? ഇപ്പോൾ 4s2 എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? രണ്ട് പി ആണ് ഇവിടെ കിടക്കണുള്ളൂ. 2p ഉണ്ട്, 3p ഉണ്ട്. അപ്പോൾ 2pയിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 2pയിൽ മൊത്തം 6ഉം 3pയിൽ മൊത്തം 6ഉം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 6 + 6 എത്ര വരും? 12 എന്ന് വരും. അപ്പോൾ ടോട്ടൽ പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എത്രയാണ്? 12 ആണ്. കിട്ടിയെന്ന് വിചാരിക്കണം. Iron forms 2 types of chlorides, FeCl2 and FeCl3 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl2? ഇതല്ലേ നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. FeCl2ല് Feയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്ലോറിൻ അവർ ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. എത്രയാണ്? -1. അപ്പോൾ 2 × -1 എത്ര കൊടുക്കുക? -2. ടോട്ടൽ 0 കിട്ടണം. അങ്ങനെയെങ്കിൽ -2 0 ആവണമെങ്കിൽ എന്തും കൂടെ വേണം? +2 വേണം. അപ്പോൾ താഴെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? +2 എന്ന് കൊടുക്കാം. കിട്ടിയോ? അപ്പോൾ +2 ആണ് അവിടുത്തെ ആൻസർ. അപ്പോൾ എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ എത്ര കിട്ടി? +2 എന്ന് കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe അയോൺ ഇൻ FeCl3. FeCl3യിൽ Fe അയോണിന്റെ കോൺഫിഗറേഷൻ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? FeCl2 അല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? FeCl3യിൽ Feയുടെ ഓക്സിഡേഷൻ നമ്പർ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ വീണ്ടും ഇതേപോലെ Cl3 അല്ലേ കൊടുത്തിരിക്കുന്നത്? യെസ്, ഇതൊന്ന് റബ്ബ് ചെയ്യട്ടെ. ഓക്കെ ഡൺ. അപ്പോൾ നോക്കിയേ Cl3. അപ്പോൾ ഇവിടെ -1 കൊടുക്കുകയാണെങ്കിൽ 3 × -1 എത്രയാണ് മക്കളെ? -3 ആണ്. അപ്പോൾ എഫിയുടെ മേലെ എത്രയായിരിക്കും വരിക? 0 കിട്ടണമെങ്കിൽ അത് +3 ആയിരിക്കില്ലേ? യെസ്. അപ്പോൾ FeCl3യിൽ Fe +3 ആണ് കേട്ടോ. അപ്പോൾ Fe +3യുടെ എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2 2s2
2p6 3s2 3p6 3 ഇലക്ട്രോൺസ് കളയണം നമുക്ക്. അപ്പോൾ 4s എന്നുള്ള 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു. ഇനി പിന്നെ ഒരെണ്ണം എവിടെ നിന്നാണ് പോവുക? 3d എന്നാണ് പോവുക. അപ്പോൾ 3d 6 ആയിരുന്നു ആദ്യം, ഇപ്പം എത്രയായി? അത് 3d 5 ആയിട്ട് മാറി. ഇത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? ആദ്യം എഫ്ഇയുടെ നോർമൽ കോൺഫിഗറേഷൻ എഴുതി നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം കേട്ടോ. അത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതാത്തത്. അപ്പോൾ എഴുതി നോക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താണ്? സി ക്വസ്റ്റ്യൻ ഡി ബ്ലോക്ക് എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വൈ. ഇതുണ്ടോ, വീണ്ടും ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ലാസ്റ്റത്തെ 4sനും 3dക്കും എനർജി ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് രണ്ടിനും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നത്. കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻ ആറ്റം ഹാസ് 3 ഷെൽസ്. ഒരു ആറ്റത്തിൽ 3 ഷെല്ല് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഇറ്റ്സ് ലാസ്റ്റ് 3 ഇലക്ട്രോൺ ഗോ ടു പി ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പി സബ് ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലാസ്റ്റത്തെ 3 ഇലക്ട്രോൺസ് പി സബ് ഷെല്ലിൽ പോകുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് അവിടെ 3 എടുത്തതെന്ന് അറിയാം നിങ്ങൾക്ക്? എന്താണ്, ഓൾറെഡി ഇതേ ക്വസ്റ്റ്യനിൽ 3 ഷെല്ല് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലുള്ള നമ്പർ അല്ലേ ഷെല്ല് എന്ന് പറയുന്നത്? 3 ഷെല്ല് എന്ന് പറയുമ്പോൾ 3 അല്ലേ എടുക്കേണ്ടത്? പിന്നെ പി സബ് ഷെല്ല് 3 ഇലക്ട്രോൺസ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 3p3 എന്ന് ഞാൻ ഇവിടെ എടുത്തത്. ഇനി റൈറ്റ് ദ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഇനി സിമ്പിൾ അല്ലേ എഴുതാൻ? നമുക്ക് ലാസ്റ്റത്തെ സാധനമാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? 1s2 2s2 2p6 3s2 3p3 ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബി ഒന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ദിസ് എലമെന്റ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ശ്രദ്ധിക്കുക, സബ് ഷെൽ അല്ല ചോദിക്കണേ, ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഇതാണ് ഔട്ടർമോസ്റ്റ് ഷെല്ല്, ശരിയല്ലേ? 3sഉം 3pയും വരുന്നത് KLM മൂന്നാമത്തെ ഷെല്ലിലാണ് വരുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 + 3 എത്രയുണ്ട്? 5 ഇലക്ട്രോൺസ്, ശരിയല്ലേ? 5 ഇലക്ട്രോൺസ് ആണ് മൂന്നാമത്തെ ഷെല്ലിലുള്ളത് കേട്ടോ. ഇനി സി നോക്കാം നമുക്ക്. റൈറ്റ് ദ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് കമ്മിങ് ജസ്റ്റ് എബവ് ഇറ്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് അല്ലേ. ഇതിന്റെ തൊട്ട് മുകളിലുള്ള ആളുടെ ഈ ഒരു ആള് ഏത് ഗ്രൂപ്പിലാണോ വരുന്നത് അതിന്റെ തൊട്ട് മുകളിലുള്ള ആളുടെ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാം. ഇതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പിയിൽ എങ്ങനെ നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? 3 + 12 എത്ര വരുന്നുണ്ട്? 3 + 12 15th ഗ്രൂപ്പാണ് വരുന്നത്, ശരിയല്ലേ? 15th ഗ്രൂപ്പിലുള്ളതാണ് വരുന്നത്. അപ്പോൾ മക്കളെ അതിൻ്റെ 15th ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആരാണ്? ഫോസ്ഫറസ് ആണ് 15th പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആൾ ആരായിരിക്കും? നൈട്രജൻ ആണ്. അപ്പോൾ നൈട്രജൻ്റെ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നൈട്രജൻ്റെ നിങ്ങൾ എഴുതിയാൽ മതി. അങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി അതല്ലെങ്കിൽ എന്താ മെത്തേഡ് ഉള്ളത്? നോക്കിയേ, നമുക്കറിയാം മുകളിൽ നിന്ന് താഴോട്ടേക്ക് പോകുന്തോറും ഗ്രൂപ്പ് വൈസ് താഴോട്ടേക്ക് പോകുന്തോറും എന്ത് കൂടും? പീരീഡ് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇവർ 3rd പീരീഡിലുള്ള ആളെയാണ് തന്നിരിക്കുന്നത്. 3rd പീരീഡിലാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 2nd പീരീഡിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തൊട്ട് മുകളിൽ പറയുമ്പോൾ എന്താണ്? 2nd പീരീഡ് ആണ്. അങ്ങനെയെങ്കിൽ ഗ്രൂപ്പ് സെയിം ആകുമ്പോൾ ഈ കാണുന്ന ഇലക്ട്രോൺസിന്റെ ഈ 3 എന്നുള്ള നമ്പർ സെയിം ആയിരിക്കില്ലേ? ഈ നമ്പർ സെയിം ആയിരിക്കും. ഗ്രൂപ്പ് ആണെങ്കിൽ, ഒരേ ഗ്രൂപ്പ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന സബ്ഷെല്ല് ലാസ്റ്റ് സബ്ഷെല്ലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആയിരിക്കും. എന്ത് മാത്രമേ വ്യത്യാസം വരുള്ളൂ? ഈ 3 എന്നുള്ളത് എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ എഴുതി നോക്കാം നമുക്ക്. 1s2 2s2 2p കഴിഞ്ഞിട്ട് 6 കൊടുക്കരുത്. എത്രയേ കൊടുക്കാൻ പാടുള്ളൂ? 3 കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് സെയിം ഗ്രൂപ്പിലാണോ ചെക്ക് ചെയ്യേണ്ടത്? ഇതുണ്ടോ, പിയിൽ 3 ആണ്. അപ്പോഴും നോക്കി കണ്ടുപിടിച്ച് നോക്കിയേ. 3 + 12 എത്ര തന്നെ കിട്ടി നിങ്ങൾക്ക്? 15 എന്ന് കിട്ടി, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എ ഈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടു വിച്ച് ബ്ലോക്ക് ഡസ് ദിസ് എലമെന്റ് ബിലോങ്? ഇത് ഏത് ബ്ലോക്കിൽ വരുന്ന എലമെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലാണ് കയറിയിരിക്കുന്നത്? എസ്സിലല്ലേ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കാനില്ല, ഇത് എസ് ബ്ലോക്കിൽ കിടക്കുന്ന എലമെന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇത് അടുത്തത്. ഹിയർ electron filling taking place in the 4th shell without completing 3rd shell. Why? Here electron filling taking place in the 4th shell without completing 3rd shell. Why? അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ 3Dയിലല്ലല്ലോ ആദ്യം നിറയ്ക്കുക, 4Sലല്ലേ നിറയ്ക്കുക. 4S നിറഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ 3D എടുക്കുള്ളൂ. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് റീസൺ? ബിക്കോസ് the energy of 4S subshell is എന്താണ്? ലെസ് ദാൻ ദാറ്റ് ഓഫ് 3D സബ്ഷെൽ, ശരിയല്ലേ? 4Sന്റെ എനർജി എന്താണ്? 3Dനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതുകൊണ്ടാണ് അത് ആദ്യം നിറയുന്നത്. അപ്പോൾ ആ ആൻസർ ആണ് അവിടെ വരേണ്ടത് കേട്ടോ. കിട്ടിയെന്ന് വിചാരിക്കണോ? ഇനി അടുത്തത് ഏതാണ്? 14th വൺ നോക്കാം. അറ്റോമിക് നമ്പർ ഓഫ് ക്രോമിയം ഈസ് 24. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. ക്രോമിയവും കോപ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും പഠിക്കാം. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. സിമ്പിൾ ആണ് അല്ലേ. അപ്പോൾ 1s2
2s2, 2p6, 3s2, 3p6, 4s1, 3d5. ഇതാണ് കറക്റ്റ് കോൺഫിഗറേഷൻ. 4s2, 3d4 എന്ന് എഴുതരുത്, തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. ഇനി അടുത്തത്, ഗീവ് റീസൺ ഫോർ ദിസ് പെക്യൂലിയർ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് റീസൺ? ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾ ഫിൽഡ് ഡി സബ്ഷെൽ ഹാസ് എക്സ്ട്രാ എനർജി, അല്ലെ, എക്സ്ട്രാ സ്റ്റെബിലിറ്റി. എനർജി അല്ല, സ്റ്റെബിലിറ്റി. അത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഹാഫ് ഓർ ഫുൾ ഫിൽഡ് ഡി സബ്ഷെൽസ് ആർ എക്സ്ട്രാ സ്റ്റേബിൾ. അങ്ങനെ എഴുതിയാൽ മതി. എക്സ്ട്രാ സ്റ്റേബിൾ. ഹാഫ് ഓർ ഫുൾഫിൽഡ് ഡി സബ്ഷെൽസ് ആർ എക്സ്ട്രാ സ്റ്റേബിൾ. ദാറ്റ്സ് വൈ എന്താണ്, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് ജമ്പ് ചെയ്യും? 3D ജമ്പ് ചെയ്ത് ഇവിടെ 3d5 ആയിട്ട് മാറും. കിട്ടിയെന്ന് വിചാരിക്കണോ? ഇനി 15th വൺ നോക്കാം. ഹൗ മെനി സബ്ഷെൽസ് ആർ ഇൻ 3M ഷെല്ല്. M ഷെല്ലിൽ എത്ര സബ്ഷെൽസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ M ഷെല്ല് എന്ന് പറയുന്നത് മക്കൾ എത്രാമത്തെ ഷെല്ലാ? KLM, മൂന്നാമത്തെ ഷെല്ലല്ലേ? മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെല്ലുണ്ട്? 3. ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ ഒരു സബ്ഷെല്ല്, 2 ആണെങ്കിൽ 2 സബ്ഷെല്ല്, 3 ആണെങ്കിൽ 3 സബ്ഷെൽസ് ആണ് വരുന്നത്. അപ്പോൾ M3 എന്ന് കൊടുക്കാം, 3 സബ്ഷെൽസ് എന്ന് കൊടുക്കാം. ഇനി ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇതല്ലേ 3 ഡിഫറെൻറ്റ് സബ്ഷെൽസ്. ഓക്കെ, ഇനി നമുക്ക് 16th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ മോസ്റ്റ് സ്റ്റേബിൾ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. വീണ്ടും ക്രോമിയത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേബിൾ കോൺഫിഗറേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഏതാ സ്റ്റേബിൾ? 4s1, 3d5. ഇതല്ലേ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. അപ്പോൾ 3d5, 4s1 ഇതാണ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. അങ്ങനെയെങ്കിൽ 17th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The atomic number of an element X is 26. Write the subshell electronic configuration. 26 ആരാന്ന് മക്കൾക്ക് അറിയാമല്ലേ? ആരാണ്? അയൺ ആണെന്ന് അറിയാം. നമുക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ എഴുതാവുന്നതേ ഉള്ളൂ. ഞാൻ എഴുതുന്നുണ്ട്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6 എന്ന് വരും. ശരിയല്ലേ? ഈ 2 നമ്പേഴ്സ് ലാസ്റ്റ് വരണം കേട്ടോ. 4s2, 3d6 കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി അങ്ങനെയെങ്കിൽ അതിൻ്റെ ബി എന്താണ്? ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് എക്സ്. എക്സിന്റെ ഗ്രൂപ്പ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ബ്ലോക്കിൽ കിടക്കുന്ന എലമെന്റാ? ഡി അല്ലേ ബ്ലോക്ക്. അപ്പോൾ ഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രൂപ്പ് ഈ 4s-ത്തെയും 3d-ത്തെയും മേലെ കിടക്കുന്ന ഇലക്ട്രോൺസ് ജസ്റ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ 2 + 6 എന്ന് പറയുന്നത് 8 എന്ന് കിട്ടും. കിട്ടുമെന്ന് വിചാരിക്കണം. ഇനി അങ്ങനെയെങ്കിൽ സി നോക്കാം നമുക്ക്. റൈറ്റ് എനി വൺ പ്രോപ്പർട്ടി ഓഫ് ദ എലമെന്റ്സ് ബിലോങ്ങിങ് ടു ദ ബ്ലോക്ക് ഇൻ വിച്ച് എക്സ് ഇസ് ഇൻക്ലൂഡഡ്. എക്സ് എന്ന് പറയുന്നത് ഏത് ബ്ലോക്കിലുള്ളതാ? ഡി ബ്ലോക്കിലാണ്. അപ്പോൾ ഡി ബ്ലോക്കിലെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എഴുതിയാൽ മതി അല്ലേ? കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതെങ്കിലും ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ് അല്ലേ? ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ് എഴുതാം. അത് എഴുതാം നിങ്ങൾക്ക്. ഇനി അതും അല്ലെങ്കിൽ എന്താണ്? ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് എഴുതാം. പിന്നെന്താണ്? ഓൾ ആർ മെറ്റൽസ്, എല്ലാവരും മെറ്റൽസ് അല്ലേ? ഇനി ദേ ഷോ സിമിലാരിറ്റി ഇൻ ദെയർ പ്രോപ്പർട്ടി ഇൻ ബോത്ത് ഗ്രൂപ്പ് വൈസ് ആൻഡ് പീരീഡ് വൈസ്. ഗ്രൂപ്പ് വൈസും പീരീഡ് വൈസും അവർ ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എഴുതി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ബ്ലോക്കിന്റെയും ഒരു 2 പ്രോപ്പർട്ടി വീതം പഠിച്ചു വെച്ചേക്കാടോ. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കണോ? ഇനി അങ്ങനെയെങ്കിൽ ഇത് അടുത്ത ക്വസ്റ്റ്യൻ. The atom of elements A and B contain 3 shell each. രണ്ടിലും 3 ഷെല്ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയിലും 3 ഷെല്ലാണ്, ബിയിലും 3 ഷെല്ലാണ്. A belong to group 2 and B belong to group 16. ഗ്രൂപ്പ് ഡിഫറെൻ്റ് ഉണ്ട്, പക്ഷെ എന്താണ്? പീരീഡ് സെയിം ആണെന്നല്ലേ മനസ്സിലാക്കണ്ടേ? ഷെല്ല് 2 പേർക്കും 3 ആണെന്നുണ്ടെങ്കിൽ പീരീഡ് സെയിം ആണ്, പക്ഷെ അവർ ഗ്രൂപ്പ് വ്യത്യാസം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന എലമെന്റ് ഏത് ഗ്രൂപ്പിൽ കിടക്കുന്ന? സെക്കൻഡ് ഗ്രൂപ്പിലാണ്. ബി എന്ന എലമെന്റ് ഏത് ഗ്രൂപ്പിലാണ്? 16ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റ് ആണ്. അങ്ങനെയെങ്കിൽ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ. എയുടെ കോൺഫിഗറേഷൻ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് പീരീഡ് എത്രയാണ്? 3 ആണല്ലോ പീരീഡ്. അങ്ങനെയെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? 1s2, 2s2, 2p6, 3s വരും. ഇനി എന്തൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. ഇത് സെക്കൻഡ് ഗ്രൂപ്പിൽ കിടക്കുന്ന ആളാണ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് ഏത് ഗ്രൂപ്പാ? എസ് ബ്ലോക്ക് അല്ലേ? ഇത് സെക്കൻഡ് ഗ്രൂപ്പ് പറയുമ്പോൾ എസ് ബ്ലോക്ക് അല്ലേ? അപ്പോൾ നമുക്കറിയാം 3s2 ആയിരിക്കും വരുന്നുണ്ടാവുക. കിട്ടിയോ? ഓക്കെ. ഇപ്പോൾ 1s2, 2s2, 2p6, 3s2. ഇനി എന്താണ് അതിന്റെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ വാലൻസി ഓഫ് എലമെന്റ് ബി? എലമെന്റ് ബി ഏത് ഗ്രൂപ്പിൽ കിടക്കുന്നതാ? 16ാമത്തെ ഗ്രൂപ്പിലാണ്. അപ്പോൾ വാലൻസി എത്രയാ? 16ാമത്തെ 2 ആണ്. അപ്പോൾ വാലൻസി എത്രയാണ്? 2 ആണ് വാലൻസി. അപ്പോൾ ആ ഗ്രൂപ്പ് പഠിച്ചു വെച്ചാൽ ഗ്രൂപ്പും വാലൻസി ഒന്ന് പഠിച്ചു വെച്ചാൽ ആൻസർ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി അടുത്തത് സി.
റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ റിയാക്ഷൻ എ ആൻഡ് ബി. എയും ബിയും ചേർന്നിട്ടുള്ള ആളുടെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം വരിക? എ ആണോ ബി ആണോ ആദ്യം വരിക? ഞാൻ പറഞ്ഞു മെറ്റൽ ആണ് ആദ്യം വരിക. എസ് ബ്ലോക്ക് ഉണ്ടോ ഇതിൽ? എസ് ബ്ലോക്ക് ഉണ്ട്. എ എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പോൾ അതാണ് ആദ്യം എഴുതേണ്ടത് നിങ്ങൾ. എന്നിട്ടാണ് ബി എന്ന് പറയുന്ന പി ബ്ലോക്ക് എലമെന്റ് പിന്നീടാണ്. കാരണം 16ാമത്തെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പി ബ്ലോക്ക് ആണ് സാധനം അല്ലേ? അപ്പോൾ അത് പിന്നീട് എഴുതിയാൽ മതി. ഇനി എന്ത് ചെയ്യണം? വാലൻസി നോക്കുക. ദേ എയുടെ വാലൻസി എത്രയാണ്? സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ വാലൻസി 2 ആയിരിക്കും. ബി ആണെങ്കിൽ 2 ആണ്. രണ്ടും എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? A2B2 എന്ന് കിട്ടും. ഈ 2 ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അത് രണ്ടും ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ എത്ര വരും? എ ബി എന്നാണ് നമ്മുടെ ഫോർമുല വരുന്നത്. കിട്ടിയല്ലോ? ഇനി അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 11. 11 കൊടുത്തിട്ടുണ്ട് അറ്റോമിക് നമ്പർ. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. അപ്പോൾ സിമ്പിളാണ്. 1s2, 2s2, 2p6, 3s1, 6, 7, 8, 9, 10, 11. കിട്ടിയല്ലോ? ഇനി എന്താ ബി ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഷോൺ ബൈ ദിസ് എലമെന്റ്. ഇത് ഏത് ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റാ? ഏതാ ഗ്രൂപ്പ് ഏതാന്ന് എങ്ങനെ കണ്ടുപിടിക്കാതെ? എസ് ബ്ലോക്ക് അല്ലേ? അപ്പോൾ അതിന്റെ മേലുള്ള നമ്പറാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? വാലൻസി നമുക്കറിയാം എന്താണ്? 1 ആണെന്ന് അറിയാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +1 ആണ്. ശരിയല്ലേ? മെറ്റൽസ് അല്ലേ? അതുകൊണ്ട് +1 ആയിരിക്കും വരിക കേട്ടോ. അപ്പോൾ കിട്ടി. അങ്ങനെ ഇത് അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ അറ്റോമിക് നമ്പർ ഓഫ് അയൺ ഈസ് 26. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. റൈറ്റ് ദ കോൺഫിഗറേഷൻ. നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. 26 ഞാൻ സ്പീഡിൽ എഴുതി പോവാണ്. കാരണം നമ്മൾ ഓൾറെഡി അയണിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 2p6, 3s2, 3p6, 4s2, 3d6 എന്ന് വരും അല്ലേ? ഇനി എണ്ണി നോക്കാം. റൈറ്റ് ദ പീരീഡ് നമ്പർ ആൻഡ് ദ ഗ്രൂപ്പ് നമ്പർ. പീരീഡ് എഴുതിയാലോ? ഇപ്പോൾ ബി. പീരീഡ് നമ്പർ എത്ര വരിക? ഈ മുന്നിലിരിക്കുന്ന നമ്പറിൽ ഏറ്റവും വലുത് ഉണ്ടോ? ഇവിടെ 3 ഉണ്ട് പറഞ്ഞ് 3 എഴുതരുത്. 4 ഉണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ 4 ആണ്. ഇത് 4th പീരീഡ് ആണ്. ഗ്രൂപ്പ് എങ്ങനെയാണ് കാണുക? ഡി ബ്ലോക്ക് ആണ്. അതുകൊണ്ട് 6 + 2 എത്ര വരും? 8 എന്ന് വരും. കിട്ടിയല്ലോ? ഇനി റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe2+. Feയുടെ നമുക്കറിയാം. Fe2+ എന്ന് പറയുമ്പോൾ എന്താണ്? Fe+2 എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇലക്ട്രോൺ കളയണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇതൊക്കെ എവിടെ നിന്നാണ് 2 ഇലക്ട്രോൺ കളയണ്ടേ? ലാസ്റ്റത്തെ ഷെല്ലിൽ നിന്ന്. ഇവിടെ ലാസ്റ്റത്തെ ഷെല്ല് ഏതാണ്? 4s2 ആണ് ലാസ്റ്റത്തെ ഷെല്ല്. 3D എന്ന് ഒരിക്കലും കളയരുത്. അതല്ല ലാസ്റ്റത്തെ ഷെല്ല്. 4s ആണ് ലാസ്റ്റത്തെ ഷെല്ല്. അപ്പോൾ അത് കളഞ്ഞിട്ട് എങ്ങനെ എഴുതാം നമുക്ക്? 1s2, 2s2, 2p6, 3s2, 3p6, 3d6. ഇതാണ് Fe2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കിട്ടിയെന്ന് വിചാരിക്കണോ? അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. വീണ്ടും നമ്മുടെ ക്രോമിയത്തിന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഈ റിപ്പീറ്റഡ് കാണിച്ചു തരുന്നത് എന്തിനാ? അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാനാണ് കേട്ടോ. അപ്പോൾ ദ അറ്റോമിക് നമ്പർ ഓഫ് ക്രോമിയം ഈസ് 24. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. വീണ്ടും പറയുന്നുണ്ട് അല്ലേ? അറിയാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5. ഓക്കെ ആണല്ലോ? ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഗീവ് റീസൺ ഫോർ ദിസ് പെക്യുലിയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ വീണ്ടും എഴുതുന്നില്ല. എന്താണ്? ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾ ഫിൽഡ് ഡി സബ്ഷെൽസ് ആർ എക്സ്ട്രാ സ്റ്റേബിൾ. അതാണ് റീസൺ. ടു വിച്ച് ബ്ലോക്ക് ഡസ് ദിസ് ക്രോമിയം ബിലോങ്? ഏത് ബ്ലോക്കിൽ വരുന്നതാ? ലാസ്റ്റത്തെ ഇലക്ട്രോൺ കയറിയത് ഏതിലാണ് കയറിയത്? ഡിയിലല്ലേ കയറിയത്. അപ്പോൾ ഇത് ഡി ബ്ലോക്ക് ആണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ചെയ്ത് നോക്കാം. എളുപ്പമാണ്. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക്